ബാക്ക് ടു അവർ ഫാമിലി. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മുടെ അമ്പലത്തിൽ പൂരാണ് കേട്ടോ. ആ ഒരു വീഡിയോസാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് അമ്മയുണ്ട് കൂടെ. അമ്മയ്ക്ക് ഒരാഴ്ചയായിട്ട് പനിയായിട്ടോ. ഞങ്ങൾ ഈ ഒരു ആഴ്ച മുന്നേ തന്നെ അമ്പലത്തിൽ പോയി തൊഴണം എന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ അമ്മയുടെ പനി കാരണം ഞങ്ങൾക്ക് തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കാലത്ത് വന്നിട്ട് ഞങ്ങൾ തൊഴാൻ പോവാണ് കേട്ടോ. അല്ലെങ്കിലും കാലത്ത് തൊഴാൻ പോവാറുണ്ട്, 2 പ്രാവശ്യം അമ്പലത്തിൽ എത്താറുണ്ട്. അങ്ങനെ ഒറ്റപ്പാലത്ത് വന്നിട്ടാണ് കേട്ടോ ചേച്ചീനെയും പിള്ളേരും ഞങ്ങൾ പിക്ക് ചെയ്തത്. അതിനുശേഷം നമ്മൾ അമ്പലത്തിലെത്തിയിട്ട് അവിടുന്ന് കുറച്ചൊരു 5 കിലോമീറ്റർ അടുത്ത് ദൂരമുണ്ട് നമ്മുടെ അമ്പലത്തേക്ക്. അമ്പലത്തിൽ വന്നാൽ പിന്നെ നല്ല രസമാട്ടോ. മുല്ലപ്പൊക്കെ മേടിച്ചിട്ടേ അമ്പലത്തിൽ പോവുള്ളൂ. കാരണം നമ്മുടെ വീടിൻ്റെ കൂടെയൊക്കെ വരുമെങ്കിലും ഇവിടെ നമുക്ക് മുളത്തിന് 10 രൂപ വെച്ചിട്ട് കിട്ടും. അപ്പോൾ 4-5 മുളക്ക് വെക്കാമല്ലോ. അപ്പോൾ ഞാൻ മുല്ലപ്പൊക്കെ മേടിച്ച് വെച്ചു കേട്ടോ. ഞാനിന്ന് സെറ്റ് മുണ്ടൊന്നല്ല എടുത്തിട്ടില്ല, ഒരു സാരി ആട്ടോ എടുത്തത്. ഒരു വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ സാരിയൊക്കെ എടുത്ത് ഏട്ടൻ എനിക്ക് വീഡിയോ എടുത്തന്നു. ഞങ്ങൾ അമ്പലത്തിൽ ഇനി തൊഴാൻ വേണ്ടി പോവാണ് കേട്ടോ. പൂരം ദിവസം ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാട്ടോ അമ്പലത്തിൽ. ഫുള്ള് ക്യൂവും കാര്യങ്ങളാണ്. നമുക്ക് അങ്ങനെ വലുതായിട്ട് തൊഴാനൊന്നും പറ്റില്ല കേട്ടോ. ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പറയെടുപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളും പറയെടുത്തു. അതിനുശേഷം നമ്മൾ പുറത്തേക്ക് വന്നിട്ടോ പിള്ളേർക്ക് ടോയ്സ് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പൂരപ്പറമ്പ് വന്നാലറിയാലോ പാത്രങ്ങളും ഭരണികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാനും ചേച്ചി നടക്കുക കേട്ടോ. പൂരപ്പറമ്പിൽ വന്നാൽ പിന്നെ എല്ലാ സാധനങ്ങളും മേടിക്കാമെന്ന് അല്ലേ പറയുക. അങ്ങനെ നമ്മൾ ഭരണി മേടിക്കാനും വന്നിട്ട് ഉപ്പൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് 2 നല്ല ഭരണി നമുക്ക് കിട്ടി. അപ്പോൾ അത് മേടിച്ചു. അങ്ങനെ വരുന്ന നേരത്താണ് പാപ്പനെയും മേമനെയും കണ്ടത് കേട്ടോ. അവർ സ്കൂട്ടിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരും തൊഴുതു പോയി. തിരക്ക് കാരണം ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും പറ്റിയില്ല കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത സെക്ഷൻ എങ്ങോട്ടാണ് പോവുക? വേറെ എവിടെ ഇല്ല കേട്ടോ, നമ്മുടെ കമ്മൽ സെക്ഷനിലേക്ക് തന്നെ പോവുക. കമ്മൽ ഈ പൂരം വന്നതിന് ശേഷം ഇപ്പോൾ ഒരു 4-5 കൊല്ലം ആയിട്ടുള്ളൂ കേട്ടോ ഈ പൂരങ്ങളിൽ ഇത്രയും കമ്മലുകൾ ഇങ്ങനെ വരാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മളും ഓട്ടോമാറ്റിക്കലി കമ്മലുകൾ മേടിക്കാൻ പോയി. ഞാനും മേടിച്ചിട്ടോ 2 കമ്മൽ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ എന്തായാലും ചെനക്കത്തൂർ പൂരത്തിൻ്റെ അത്രയുള്ള തോനെ കമ്മലുകളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും കുറേ കമ്മലൊക്കെ ഞാനും മേടിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചിയും മേടിച്ചു. പിന്നെ നമ്മൾ കുറേ കമ്മൽ സെലക്ട് ചെയ്ത് നിന്നു. അങ്ങനെ കുറച്ച് നമ്മുടെ സമയമൊക്കെ പോയി. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ബോറടിച്ച് തുടങ്ങി. അതിങ്ങനെ വെയിലത്ത് നിൽക്കല്ലേ. പിന്നെ അവർ മേടിച്ച ടോയ്സ് എന്താ വെച്ചാൽ പാമ്പാണ് കേട്ടോ കഴുതിൽ കിടക്കുന്നത്. 2 കുട്ടികൾ 2 പാമ്പിനെയും മേടിച്ചിട്ടാണ് നമ്മൾ പൂരപ്പറമ്പെന്ന് പോകുന്നത്. പിന്നെന്താ ആ പോണ വഴിക്ക് ഒരു ബാഗിൻ്റെ സെക്ഷൻസും കണ്ടു കേട്ടോ. അപ്പോൾ പിന്നെ 2 ബാഗും മേടിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ ഞാൻ പോരാറായപ്പോൾ അമ്മേനെ വിളിക്കാൻ വേണ്ടി വന്നു. അമ്മ പറയെടുക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനും ചേച്ചിയാണ് കേട്ടോ പുറത്തൊക്കെ നടക്കാൻ വേണ്ടി പോയത്. അപ്പോൾ നോക്കുമ്പോൾ ക്യൂ ആയിട്ട് ഭയങ്കര തിരക്കാണ് അവിടെ. പോകുന്ന വഴിക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഐസ്ക്രീമും മേടിച്ച് കഴിച്ച് തിരിച്ച് വീട്ടിലെത്തുക ചെയ്തത്. അപ്പോൾ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് വെള്ളയപ്പമായിരുന്നു. അപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കൽ കഴിഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ കമ്മൽ മേടിച്ചതൊന്ന് ഇട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇട്ടിരിക്കുന്ന കമ്മൽ എൻ്റെ ഫ്രണ്ട് മേടിച്ചു തന്നായിരുന്നു. ഈ കമ്മലാണ് ഞാൻ ഇപ്പോൾ മേടിച്ചത് പൂരപ്പറമ്പ് പോയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് നല്ല ഒരു എലഗൻ്റ് ആയിട്ടുണ്ടായിരുന്നു. 2 ഭരണി മേടിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ കല്ലുപ്പും പൊടിയുപ്പും ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഭരണിയായിരുന്നു. പിന്നെ നമ്മുടെ പൂരപ്പരിപാടികളൊക്കെ വീട്ടിലേക്ക് വരാൻ തുടങ്ങി കേട്ടോ. അത്രയ്ക്കുള്ള നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മളെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.